ശ്രീകുമാർ, അതായത് കടയ്ക്കലിലെ വിപ്ലവഗാനമേള വിവാദമായതിന് തൊട്ടു പിന്നാലെ ശബരിമലയിൽ ഞങ്ങളുടെ പ്രതിനിധി മനോജ് ദേവസ്വം പ്രസിഡന്റിനെ കാണുന്നു. ഇത് ശരിയോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പെട്ടെന്ന് വരുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും, പാർട്ടി പതാകയും പാർട്ടിയുടെ കൊടിയും പാട്ടുമൊന്നും പാടിയത് ശരിയായില്ല, ആരായാലും അന്വേഷിച്ച് തെറ്റെങ്കിൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞു. ഈ ഉപദേശക സമിതി ഉണ്ടല്ലോ, ക്ഷേത്ര ഉപദേശക സമിതി, കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അത് തെറ്റാണ്, ഞങ്ങൾക്കറിയാത്ത കാര്യമാണ് എന്നാണ്. ഇവർക്കൊക്കെയും മനസ്സിലായി, എന്നിട്ടും എന്താണ് ഈ പാർട്ടിക്ക് ഇനിയും ഇതൊന്നും മനസ്സിലാകാത്തത്? അല്ല, പാർട്ടിക്ക് മനസ്സിലാകാത്തത് അത് പാർട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ അതല്ലേ പറഞ്ഞത്, സാങ്കേതിക സംവിധാനം മെച്ചപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ അതിനുള്ള മുൻകൂട്ടി അതിന് കൂപ്പ് കൂട്ടണമല്ലോ, അല്ലാതെ പെട്ടെന്നൊന്നും എടുത്ത് കാണിക്കാൻ പറ്റില്ല, കൊടിയും അതുപോലെ മറ്റു ചിഹ്നങ്ങളൊക്കെ. ഞാൻ പറയുന്നത് കൃഷ്ണരാജെ, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യ രാജ്യത്തെ അധികാരവും അതുപോലെ വോട്ടും വളരെ പ്രധാനമാണ്. പക്ഷേ അത് ആ വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ നയവും പ്രത്യയശാസ്ത്രമൊക്കെ മാറ്റുകയും മറക്കുകയും ചെയ്യുമ്പോൾ അത് വേണ്ട രീതിയിൽ അണികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ശ്രീമതി ശശികല ടീച്ചർ പറഞ്ഞൊരു കാര്യം, ഒരു പ്രസ്ഥാനം, അവരുദ്ദേശിച്ചൊരു പ്രസ്ഥാനം തൻ്റെ ഒരു മികവ് കൊണ്ട് ഒരുപാട് വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് വന്നു എന്നാണ്. വിശ്വാസികൾ അങ്ങനെ ആരെയും ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസികൾ ക്ഷേത്രത്തിൽ പോകണം തോന്നിയാൽ അവർ ക്ഷേത്രത്തിൽ പോകും. ഇപ്പോൾ വിശ്വാസികളുള്ള രാജ്യത്ത് തന്നെയാണല്ലോ ഇപ്പോൾ കേരളത്തിലെ എന്തുകൊണ്ടാണ് BJP ഇപ്പോഴും ഒന്നാം ശക്തിയായിട്ട് വളരാത്തത്? അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾ ഉള്ള ഒരു സംസ്ഥാനമാണല്ലോ കേരളം. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേക രാഷ്ട്രീയമൊക്കെ അവർക്കുണ്ട്, പക്ഷേ ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവരതൊക്കെ മറന്നിട്ടാണ് വരിക. ഇവിടെ വേറൊരു രാഷ്ട്രീയം കൃഷ്ണരാജയെ ഞാനിതിൽ കാണുന്നുണ്ട്. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ട് മുന്നണികളാണ് മുഖ്യമായിട്ടുള്ളത്, LDFും UDFും. അവർ മാറി മാറി ഭരിക്കുകയാണ്. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ പറയുന്നത് ഇനിയും അവർ അധികാരത്തിൽ വരുമെന്നാണ്. അപ്പോൾ ഇനി അവർക്ക് അധികാരത്തിൽ വരണമെങ്കിൽ അവർക്ക് വോട്ടുകളുടെ ശേഖരം വേറെ പല കോണുകളിൽ നിന്നും വരേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ CPMനും BJPക്കും കേരളത്തിലെ മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്. അപ്പോൾ പിന്നെ കോൺഗ്രസിനെയും അടുത്ത തവണ UDF അധികാരത്തിൽ എത്താതിരിക്കണമെങ്കിൽ ഈ BJPയും CPMനും തമ്മിലൊരു സഹകരണം വേണം. അപ്പോൾ CPM കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പ്രകടമാക്കുകയാണ്, ഞങ്ങളും വിശ്വാസികളാണ്, ഞങ്ങളുടെ നേതാക്കളും വിശ്വാസികളാണ്, ഞങ്ങളുടെ MLAമാരാകാൻ മത്സരിക്കുന്നവരും വിശ്വാസികളാണ്. അതുകൊണ്ട് BJPക്കാർക്ക് ആർക്കെങ്കിലും കോൺഗ്രസ് വിരോധമുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുന്നതിൽ മടി കാണിക്കേണ്ടതില്ല എന്നൊരു സന്ദേശം CPM കൊടുത്തിരിക്കുകയാണ്. ആ സന്ദേശം കൊടുക്കുമ്പോൾ അത് നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ എടുത്തിയാട്ടം വരുമ്പോഴാണ് ഈ ഔചിത്യം ഇല്ലാതെ പോകുന്നത്. അങ്ങനെയാണ് ഈ കടയ്ക്കൽ സംഭവിച്ചത്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ രാഷ്ട്രീയം, ഈ BJP CPM ആ ഒരു കോൺഗ്രസ് വിരോധ രാഷ്ട്രീയം നിൽക്കുമ്പോൾ തന്നെ CPMന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മുടെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ ഒരു ജാതി വിവേചനം ഉണ്ടല്ലോ, അവിടെ കഴകക്കാരനായിട്ട് ഗവൺമെൻറ് സംവിധാനത്തിലൂടെ ഒരാൾ നിയമിക്കപ്പെടുന്നു, അവിടെ മറ്റുള്ളവരതിനെ എതിർക്കുന്നു, പാരമ്പര്യ കഴകക്കാർ എതിർക്കുന്നു. അക്കാര്യത്തിൽ ഒരു ഉചിതമായ തീരുമാനമെടുക്കാൻ ഇപ്പോൾ 2 ആഴ്ചയായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ നേരത്തെ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞു തന്ത്രിമാരുടെ കാര്യത്തിൽ, ഏത് ക്ഷേത്രത്തിലും തന്ത്രിയാണ് അവസാന വാക്കെന്നുള്ളതാണ് ആ ക്ഷേത്രാചാര പ്രകാരമുള്ളത്. ഈ നമ്മുടെ CPM ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ വിശ്വാസികളല്ലെങ്കിലും ക്ഷേത്രങ്ങളിൽ അവർ പറയുന്നത് തന്ത്രിയാണ് അവസാന വാക്കെന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനൊക്കെ എതിരാണ്. എന്നാലോ ഒരു ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ച് അവർക്ക് അവരുടേതായൊരു വാക്ക് പാലിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവർ വിശ്വാസത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, എന്നാൽ കയ്യിലുള്ള തത്വശാസ്ത്രം വിടാനും വയ്യ. അപ്പോൾ ഇത് രണ്ടും കൂടെയുള്ള പൊരുത്തക്കെടിൽ അവരെങ്ങും എത്തുന്നില്ലെന്നുള്ളതാണ്. ഇത്തരമൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. കാരണം പല CPM നേതാക്കളും പറയുകയാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഭക്തനാണ്, ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നെന്ന് പറയുകയാണ് അവർ. അതെന്തിനാ പറയുന്നത്? അപ്പോൾ പാർട്ടി പറയുകയാണ്, നിങ്ങളിങ്ങനെ പറഞ്ഞോളൂ, നിങ്ങളിങ്ങനെ പറയുന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ട്, ഭരണം കിട്ടും. അപ്പോൾ അവിടെ പ്രത്യയശാസ്ത്രം പോയി, നേരത്തെ കൃഷ്ണരാജ് ചോദിച്ച പ്രത്യയശാസ്ത്രം സ്വയമേവ ഇല്ലാതായത് അങ്ങനെയാണ്. ഏത് നേതാവാണെന്ന് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഗോവിന്ദ മാഷല്ലാതെ പിണറായി വിജയൻ പറയുന്നുണ്ടോ? പറയുന്നില്ല. ഗോവിന്ദ മാഷ് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്ന പ്രത്യയശാസ്ത്ര പാർട്ടി പ്രവർത്തകർക്ക് പോലും മനസ്സിലാവില്ല.
പിണറായി വിജയൻ പറയുന്ന സാധാരണക്കാരെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയൊക്കെ പോകണമെന്ന് തന്നെയാണ്. അദ്ദേഹം മുൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കാണിച്ച ഒരു പാതയല്ല പിണറായി വിജയൻ പിന്തുടരുന്നത്. അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പോകുന്നു, പാർട്ടിയായ ശൈലിയുടെ പിന്നാലെ പാർട്ടിയും പോകുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിൽ നമ്മൾ ഈ വക ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു പറമ്പിൽ, അത് ക്ഷേത്രപ്പറമ്പാണെങ്കിലും തൊട്ടടുത്ത പറമ്പാണെങ്കിലും ക്ഷേത്രത്തിലെ ഉപദേശ സമിതിയാണ് ആ പരിപാടി നടത്തുന്നതെങ്കിൽ അത് ക്ഷേത്ര വിശ്വാസികൾക്കുള്ള പരിപാടിയാണെന്ന ബോധ്യം ആദ്യം വേണം. അവിടെ വരുന്നവർ അവർക്ക് ഇഷ്ടമുള്ളത് പാടാൻ പറഞ്ഞാൽ ശരിയാവുമോ? അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു പാട്ട് അത് പാടാൻ പറഞ്ഞാൽ പാടുമോ? പാടില്ല. അപ്പം അതാ പറഞ്ഞത്, അതൊക്കെ വെറുതെ ഇവർ പറ്റിയ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് തെറ്റുകൾ പറയുകയാണ്. ഇത് CPM ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കടക്കലിൽ അവർക്ക് പറ്റിയ അബദ്ധവും ഔചിത്യമില്ലായ്മയും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് വേണം പാർട്ടി അനുഭാവിയാണെങ്കിലും വിശ്വാസിയാവേണ്ടതെന്ന് അവർ പറയണം. ഇവരിതൊക്കെ പ്രമേയം പാസ്സാക്കി വെച്ചിട്ടുണ്ട്. പാലക്കാട് പ്ലീനത്തിൽ അവർ പാർട്ടിയിലെ വിശ്വാസവും അവിശ്വാസവും അന്ധവിശ്വാസവും സംബന്ധിച്ച് അവർ നിലപാടെടുത്തിട്ടുണ്ട്. അന്ധവിശ്വാസത്തിനെതിരെ ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. 8 വർഷമായി ഭരിക്കുന്നു. അടുത്ത വർഷം ഇറങ്ങിപ്പോകേണ്ടി വരും. എവിടെ ബില്ല്? അപ്പോൾ ബില്ല് എവിടെയും ചോദിക്കുമ്പോൾ അവർ ഒരുപാട് ന്യായീകരണങ്ങൾ പറയും. എന്താ ബില്ല് കൊണ്ടുവരാൻ പറ്റാത്തത്? അന്ധവിശ്വാസികളും വിശ്വാസികളും മതേതര ചിന്താഗതിക്കാരും എല്ലാവരും കൂടെ വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പോൾ ആരെയും പിണക്കാൻ പറ്റില്ല. ആരെയും പിണക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെങ്കിൽ ജനാധിപത്യ കക്ഷികൾ ചെയ്യുന്ന പോലെ വേണം. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളണം.